IPL സൺഡേ 2 മത്സരങ്ങളിലായി മുംബൈ ഇന്ത്യൻസും ലക്നൗ സൂപ്പർ ജയൻസും 2026 IPL പുറത്തായ ഒരു ദിവസം കൂടിയായിരുന്നു. ആദ്യം നടന്ന മത്സരം ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൗ സൂപ്പർ ജയൻസും. ജോഷ് ഇംഗ്ലിസിന്റെ അപാര ഇന്നിങ്സ്, ഒരു മാന്യമായ സ്കോർ 203. ഈ നല്ല ടോട്ടലിനെ പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സിലെ സഞ്ജു ചേട്ടൻ പെട്ടെന്ന് ഔട്ടായപ്പോൾ സെക്കൻഡ് ബാറ്റിംഗിൽ 180 മുകളിൽ 14 കളികളിലും തോറ്റ ചെന്നൈ സൂപ്പർ കിങ്സിന് ആയുഷ് മാത്ര പോലത്തെ ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ ഇല്ലാതിരിക്കെ ഇനി ആര് എന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു പുതിയ താരോദയം ഉർവിൽ പട്ടേൽ. ഉർവിൽ പട്ടേലിന്റെ ഹിസ്റ്ററിയൊക്കെ ആഭ്യന്തര ക്രിക്കറ്റിൽ നോക്കിയാൽ നമുക്കറിയാം. 28 പന്തിൽ സെഞ്ചുറി അടിച്ച് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ സർവീസസിനെതിരെ കളിച്ച ഇന്നിങ്സ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ ഈ പ്രതിഭയ്ക്ക് ഒരു അവസരങ്ങൾ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. IPL ആദ്യം ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഭാഗമായിരുന്നെങ്കിലും അന്ന് ആ സീസണിൽ ഒരു കളി പോലും കളിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ബേസ് വാല്യൂവിന് 2025 ചെന്നൈ സൂപ്പർ കിങ്സിൽ വന്നു. കഴിഞ്ഞ വർഷവും കളിച്ചില്ല. ഈ 2026 ആയുഷ് മാത്ര പരിക്ക് പറ്റിയ ടീമിൽ നിന്ന് പുറത്താവുമ്പോഴാണ് ഈ ഒരു അവസരം വന്ന് കിട്ടുന്നത്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ടെങ്കിലും തുടക്കം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു പെർഫോമൻസ് കാട്ടിക്കൊടുക്കാൻ കിട്ടിയ ഒരു അവസരം ഇന്നലെയായിരുന്നു. അത് ഭംഗിയായി ഉപയോഗിച്ചു. 13 ബോളിൽ റെക്കോർഡ് ജയ്സ്വാളിനോടൊപ്പം IPL 13 ബോളിൽ 50 സെഞ്ചുറി വരെ ആവുമെന്ന അവസരത്തിൽ ഓവറായിട്ടുള്ള പിന്നെ പരിക്ക് നമുക്ക് ഇന്നലെ വേണം. ഒരു ആംസ്ട്രിങ് ഇന്നലെ വന്നതുകൊണ്ടും പിന്നെ കുറച്ച് ക്ഷമിച്ച് ചില ബോളുകൾ നോക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ സെഞ്ചുറി വരെ അടിക്കാൻ പറ്റിയ ഒരു താരം തന്നെയായിരുന്നു ഉർവിൽ പട്ടേൽ. എന്തായാലും നല്ലൊരു ഇന്നിങ്സ്. ചെപ്പോക്ക് സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച 6, 4 തുടർച്ചയായി 4 6ഉം ഒരു 4 വീണ്ടും 6 ഒക്കെ അടിച്ച് വളരെ ആവേശകരമായിട്ട് അവസാനം ചെന്നൈ സൂപ്പർ കിങ്സ് കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും അഥവാ എങ്ങനെയാണോ ലക്നൗ സൂപ്പർ ജയൻസ് ലാസ്റ്റ് 10 ഓവർ ബാറ്റ് ചെയ്തത്, ചെന്നൈ ബോളിംഗ് ഭംഗിയായിട്ട് തിരിച്ചു വരുന്നു, അതേപോലെ തന്നെ ലക്നൗ സൂപ്പർ ജയൻസും പ്രിൻസ് യാദവിനെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ താരം അധികം വൈകാതെ തന്നെ നീല ജേഴ്സിയിൽ നമുക്ക് കാണാം. ഋഷഭ് പന്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അവസാന ഓവറുകളിൽ ഗ്രീസിലുള്ളത് പ്രശാന്ത് വീറും ശിവം ദുബെയാണ്. 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് ഒരു ഓഫ് സ്പിന്നറെ കൊണ്ടുവരാം എന്നൊരു തന്ത്രമായിരിക്കാം. തീർച്ചയായും അത് പാളിയൊരു ദിവസം കൂടിയായിരുന്നു ഋഷഭ് പന്തിന്റെ ആ തീരുമാനം. പിന്നെ ഉള്ളത് ഷാബാസ് അഹമ്മദാണ്. അതും ചിലപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു 3 ഓവർ എറിഞ്ഞിരിക്കുന്ന ഒരു ബോളർ എന്ന നിലയ്ക്ക് ഷാബാസ് അഹമ്മദിന് കൊടുത്താൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും, കാരണം വൈഡ് ഓവർക്ക് നന്നായി എറിയാം ഇതിന്റെ മുന്നത്തെ ഓവറുകളൊക്കെ നമ്മൾ കണ്ടത്. അപ്പൊ എന്നിരുന്നാലും ചെന്നൈ സൂപ്പർ കിങ്സ് 3 ബോളിൽ 1 ബോൾ വൈഡ് പിന്നെ 2 തുടർച്ചയായ 6 അടിച്ച് ശിവം ദുബെ ടീമിന് നല്ലൊരു വിജയം നൽകി. ആ വിജയം ശരിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന് വളരെ ആവേശം കിട്ടുന്നതും ഇനിയുള്ള മത്സരങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ച് ആദ്യ 4ലോ അല്ലെങ്കിൽ 1-2 സ്ഥാനത്തോ എത്തിയിട്ട് 2026 IPL ഫൈനൽ കളിക്കാൻ വരെ അവസരം